രാജസ്ഥാനിലെ പ്രശസ്തമായ രൺതംബോർ നാഷണൽ പാർക്കിൽ നിന്നുള്ള ഒരു ദൃശ്യം പ്രേക്ഷകരെ കാണിക്കുകയാണ്. സാധാരണ ഈ നാഷണൽ പാർക്കിലെ കാഴ്ചകളൊക്കെ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ വരാറുള്ളതാണ്, വൈറലാകാറുമൊക്കെ ഉള്ളതാണ്. പക്ഷേ ഇത് കുറച്ച് അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു ദൃശ്യമാണ് കേട്ടോ. നമുക്കത് കണ്ടു വന്ന ശേഷം കൂടുതലായി സംസാരിക്കാം. അഞ്ജലി ജോണാണ് നമുക്കൊപ്പം ചേരുന്നത്. കൂടുതൽ വിവരങ്ങൾ പറയാൻ. അഞ്ജലി, ഒരു കടുവ അത് ഇടുങ്ങിയ വഴിയിലൂടെ നീങ്ങുന്നു, ചുറ്റും വണ്ടികൾ വന്ന് നിൽക്കുന്നത് ആകെ അസ്വസ്ഥപ്പെടുന്നതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് അല്ലേ? നമ്മൾ ഈ പലപ്പോഴും വാർത്തകളിലൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ദൃശ്യങ്ങൾ, ഈ മൃഗങ്ങളെ അങ്ങോട്ട് പോയി പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും കാണാറുള്ളതാണ്. മനുഷ്യർ എന്തുകൊണ്ട് പലപ്പോഴും ഇങ്ങനെ പെരുമാറുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു പോവുകയാണ് അല്ലേ അഞ്ജലി? ഗുജറാത്തിലെ രൺതംബോർ നാഷണൽ പാർക്കിലെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. കാണുമ്പോൾ തന്നെ നമുക്ക് ഉള്ളിലൊരു ആശങ്ക തോന്നുകയാണ് അല്ലേ? ഏറ്റവും നല്ല ടൈഗർ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള നാഷണൽ പാർക്ക് എന്ന് അറിയപ്പെടുന്ന ഒരു നാഷണൽ പാർക്കിലാണ് ഇതുപോലൊരു വീഡിയോ പുറത്തു വരുന്നത്. വളരെയധികം ആശങ്കപ്പെടുത്തുന്ന വീഡിയോ ആണെന്ന് അതുകൊണ്ട് തന്നെയാണ് കൂട്ടിച്ചേർക്കാൻ ഇടയായത്. അവിടെ ചുറ്റും നോക്കുകയാണില്ല നമുക്ക് കാണാൻ കഴിയും. ആ കടുവയെ വെച്ച് നോക്കുമ്പോൾ കടുവ മനുഷ്യന്മാരെക്കാളൊക്കെ എത്ര മെച്ചുറായിട്ടാണല്ലേ ആ ഒരു ഘട്ടത്തിൽ പെരുമാറുന്നത് കാണാൻ പറ്റും. ഈ പറയുന്ന പോലെ തന്നെ ഒരേ സമയം നിരവധി വാഹനങ്ങളാണ്, ഈ സഫാരി ജീപ്പുകളാണ് ആ ഭാഗത്തേക്ക് വരുന്നത്. യാത്രക്കാരുമായിട്ടൊക്കെ പ്രവേശനം അകത്തേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഈ പറയുന്ന പോലെ അവർക്ക് കൊടുക്കേണ്ട ഒരു ഫ്രീഡം ഉണ്ടല്ലോ, പക്ഷെ അതിനെയൊക്കെ അതിര് വിട്ട് കടന്ന് ഈ പറയുന്ന പോലെ എന്താ പറയുക, അവരുടെ ഒരു പ്രൈവസിയൊക്കെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിൽ, അവരെ ശല്യപ്പെടുത്തുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ നീക്കി കഴിയുമ്പോൾ എത്രമാത്രം ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ആയിരിക്കില്ല വരെ. ഇതിൻ്റെ താഴെ വന്ന കുറച്ച് കമൻറ്റുകൾ കൂടി ഞാൻ ഇതിനോടൊപ്പം സൂചിപ്പിക്കുകയാണ്. ആളുകൾ ഇതുപോലെ ഈ പറയുന്ന പോലെ പറയുന്ന ഒരു കാര്യം, നമ്മൾ ഈ പറയുന്ന പോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇമ്മച്ചുവറായിട്ട് ഇതുപോലെ പെരുമാറുമ്പോൾ പലപ്പോഴും നമ്മളാണ് അവരെ പ്രകോപിപ്പിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം നമ്മൾ വളരെ ലാഘവത്തോടെ പറയും വന്യ ഭീതിയൊക്കെ ഉണ്ടെങ്കിലും മനുഷ്യന്മാരെ ആക്രമിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അവിടെ എവിടെയൊക്കെ ഒരു പ്രവോക്ക് ഇതുപോലെ നിന്നിട്ടില്ലേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇതുപോലെ തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും ഈ ദൃശ്യങ്ങൾ പുറത്ത് വരുമ്പോൾ ഈ പറയുന്ന പോലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വലിയ രീതിയിൽ തന്നെയുള്ള ആളുകൾ ഇതിനെതിരെ കുറെ പ്രൊട്ടസ്റ്റുകളൊക്കെ ആയിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. പ്രതിഷേധങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ആളിക്കെത്തുന്നത്. എന്തുകൊണ്ട് അവരുടേതായ രീതി വിടുന്നില്ല? കൂടാതെ ഈ പറയുന്ന പോലെ ആളുകൾ കുറച്ചുപേര് കൂട്ടിച്ചേർക്കുന്നുണ്ട് കേട്ടോ. ഈ പറയുന്ന നാഷണൽ പാർക്കിന്റെ അകത്ത് വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എങ്ങനെയാണ് ഈ വീഡിയോയും പുറത്ത് വന്നതെന്നും അതുപോലെ ഇങ്ങനെ ഇത്രയും ക്രൗഡഡായ രീതിയിൽ ഒരു കൂട്ടം ജീപ്പുകൾ ഇങ്ങനെ വന്നത് ആ കടുവയെ അവിടെ പെടുത്തി നിർത്തിയേക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് വന്നത്. വളരെയധികം ആശങ്ക ഉയർത്തുന്ന, അല്ലെങ്കിൽ നമുക്കൊക്കെ കാണുമ്പോൾ സങ്കടം തോന്നുന്ന ഒരു കാഴ്ചയാണ് ശരിക്കും തോന്നുന്നത്. അതിനെ കുറച്ചുകൂടിയൊക്കെ ഫ്രീ ആയിട്ട് വിടേണ്ടതല്ലേ, അല്ലാതെ ഇതുപോലെ അതിനെ ഉപദ്രവിക്കേണ്ട ആവശ്യം ഒരിക്കലും ഇല്ലല്ലോ. അപ്പൊ നമ്മളെല്ലാവരും ചിന്തിക്കണം, പ്രൊവോക്ക് ചെയ്യുന്നതിന് പകരം അതിനെ കുറച്ചുകൂടി ഫ്രീ ആക്കി വിടുവാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത് എന്നൊരു കാര്യം നമ്മളും ചിന്തിക്കേണ്ടതുണ്ട്.